ലോസ് ഓഫ് ന്യൂട്ടൺ എന്ന യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമ്മൾ ന്യൂട്ടൺസ് ലോ ഒരു ഡിവൈസ് ഉപയോഗിച്ച് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ന്യൂട്ടൺസ് ലോ എല്ലാം നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. 3 ലോസ് എല്ലാം നിങ്ങൾക്കറിയാം. ന്യൂട്ടൺസ് ലോനെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്സിലെ അടിസ്ഥാനപരമായ നിയമങ്ങളാണിവ. ദീസ് ആർ ഫണ്ടമെൻ്റൽ ലോസ് ഇൻ ഫിസിക്സ്. ഈ ലോസ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്യുന്ന മീഡിയം, ഫ്രിക്ഷൻ, വിസ്കസ് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നിവയെല്ലാം ഇല്ലാത്ത അല്ലെങ്കിൽ എന്നിവയെല്ലാം ആബ്സെൻ്റ് ആയിട്ടുള്ളൊരു മീഡിയം ആയിരിക്കണം. എന്താണ്? ഫോർ എക്സ്പ്ലെയിനിങ് ദീസ് ലോസ് വി ഹാവ് ടു കൺസിഡർ ഒബ്ജക്ട്സ് ഫ്രീ ഫ്രം ഫ്രിക്ഷൻ, വിസ്കസ് ഫോഴ്സ് and gravitational force, etc. Space is such a medium but difficult to conduct experiments in space. അപ്പോൾ അങ്ങനെയുള്ളൊരു മീഡിയം നമുക്ക് കാണാൻ കഴിയുമോ? എങ്ങനെയുള്ള മീഡിയം? ഫ്രിക്ഷൻ, വിസ്കസ് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇങ്ങനെയെല്ലാം ഇല്ലാത്തൊരു മീഡിയം നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല. പക്ഷെ അങ്ങനെയുള്ളൊരു മീഡിയം ഉള്ളത് സ്പേസാണ്. അപ്പോൾ സ്പേസിനകത്ത് എയറൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തില്ല? ഫ്രിക്ഷൻ ഇല്ല, വിസ്കസ് ഫോഴ്സ് ഇല്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇല്ല. അപ്പോൾ വേണേൽ സ്പേസിൽ വെച്ചിട്ട് നമുക്ക് ലോസ് ഓഫ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് സ്പേസിൽ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിവൈസിനുള്ളിൽ വെച്ച് കണ്ട് ലോസ് ഓഫ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡിവൈസാണ് ലീനിയർ എയർ ട്രാക്ക്. ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോസ് ഓഫ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ പറയുന്നത്? യൂസിങ് ലീനിയർ എയർ ട്രാക്ക് എന്താണ്? എ ഡിവൈസ് ഫ്രീ ഫ്രം ഫ്രിക്ഷൻ, വിസ്കസ് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ലോസ് ഓഫ് ന്യൂട്ടൺ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ്. ഇനി നമുക്ക് ഈ ഒരു ലീനിയർ എയർ ട്രാക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടാക്കുന്നത് ഒരു 2 മീറ്റർ നീളമുള്ള ട്രയാങ്കുലർ ബീം ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ബീമിനകത്ത് ഒരു എയർ ബ്ലോവർ എന്നുള്ള ഒരു സാധനം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. എ ട്രയാങ്കുലർ ബീം ഓഫ് 2 മീറ്റർ ലെങ്ത് വിത്ത് ഇൻ വിച്ച് ആൻ എയർ ബ്ലോവർ ഈസ് ഫിക്സഡ്. ഈ എയർ ബ്ലോവറിനകത്ത് നമ്മൾ എയർ കംപ്രസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഹൈ പ്രഷർ കൊടുക്കുകയാണ്. എയർ ഈസ് കംപ്രസ്ഡ് വിത്തിൻ ദ എയർ ബ്ലോവർ. അപ്പോൾ ഈ ട്രയാങ്കുലർ ബീമിൻ്റെ സർഫേസിൽ എ ലാർജ് നമ്പർ ഓഫ് പോർസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലോവറിനകത്ത് എയർ കംപ്രസ് ചെയ്യുമ്പോൾ ഈ സ്മാൾ പോർസ് അല്ലെങ്കിൽ ഈ ഒരു സ്മോൾ ആയിട്ടുള്ള സുഷിരങ്ങളിലൂടെ ഹൈ വെലോസിറ്റിയിൽ എയർ പുറത്തേക്ക് പോകുന്നു. എന്താണ്? എയർ കംസ് ഔട്ട് വിത്ത് ഹൈ വെലോസിറ്റി ത്രൂ ദീസ് പോർസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എയർ ഈസ് കംപ്രസ്ഡ് വിത്തിൻ ദ എയർ ബ്ലോവർ, എ ലാർജ് നമ്പർ ഓഫ് പോർസ് ഓൺ ദ സർഫേസ് ഓഫ് ദി ബീം. സോ വെൻ ദ എയർ ഈസ് കംപ്രസ്ഡ്, എയർ കംപ്രസ് ചെയ്യുന്ന സമയത്ത് എയർ കംസ് ഔട്ട് വിത്ത് ഹൈ വെലോസിറ്റി ത്രൂ ദീസ് പോർസ്. അപ്പോൾ ഈ ഒരു പോറിൽ കൂടെ എയർ ഹൈ വെലോസിറ്റിയിൽ പുറത്തേക്ക് വരുന്നു. എ റൈഡർ പ്ലേസ്ഡ് ഓൺ ദ ബീം ഈസ് ഫ്ലോട്ടഡ് ബൈ ദിസ് ലാർജ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് എയർ which cancels the gravitational effect. The air between rider and beam can be called linear air track, which is free from friction, gravitation and viscous force. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു ട്രയാങ്കുലർ ബീമിൻ്റെ സർഫേസിൽ നമ്മളൊരു റൈഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. റൈഡർ എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ +2 സോണോമീറ്ററൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കമ്പിയുടെ മുകളിലൊരു കുഞ്ഞൊരു പേപ്പറിൻ്റെ ഒരു റൈഡർ വയ്ക്കില്ലേ? ഒരു പേപ്പറിൻ്റെ ഒരു കഷ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷേപ്പിൽ പേപ്പർ മടക്കിയത്. അതുപോലെ ഒരു റൈഡർ ഈ ഒരു ട്രയാങ്കുലർ ബീമിൻ്റെ സർഫേസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ആ ഒരു പോർസിലൂടെ ഹൈ വെലോസിറ്റിയിൽ എയർ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം ഇങ്ങനെ വരുന്ന ഫോഴ്സ് ആ ഒരു റൈഡറിലേക്ക് എന്ത് ചെയ്യും, എക്സേർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻസൽ ചെയ്യുന്നുണ്ട്. So using this device we can conduct experiments by which Newton's laws can be explained. ഇനി ഈ ഒരു ലീനിയർ എയർ ട്രാക്ക് ഉപയോഗിച്ചിട്ട് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ആ ഒരു ലീനിയർ എയർ ട്രാക്കിൻ്റെ ഫിഗർ ഓർമ്മ ഉണ്ടല്ലോ. അതിലെന്തുണ്ട്, ഒരു റൈഡർ ഉണ്ട്, അത് റെസ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഇനീഷ്യൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് റൈഡറിനെ ടച്ച് ചെയ്യുക. അപ്പോൾ അത് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അത് ഒരു സ്റ്റീമിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രയാങ്കുലർ സ്റ്റീം ഉണ്ടല്ലോ, ആ ഒരു സ്റ്റീമിൻ്റെ അതിൻ്റെ ലെങ്ത്ത് 2 മീറ്ററാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇതിൻ്റെ 2 മീറ്റർ ലെങ്ത്തും യൂണിഫോം മോഷനിൽ എന്ത് ചെയ്യും, കവർ ചെയ്യും. നമ്മൾ ചെറിയൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റൈഡർ ആ ഒരു ബീമിൻ്റെ എന്ത് ചെയ്യും, 2 മീറ്റർ ലെങ്ത്തും യൂണിഫോം മോഷനിൽ കവർ ചെയ്യും. ഇത് സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഓപ്പറേഷനാണ് അല്ലേ. യൂഷ്വലി നമ്മളൊരു പേപ്പർ റൈഡറിനെ അല്ലെങ്കിൽ പേപ്പർ റൈഡറിനെയാണ് ഒരു ടേബിളിൻ്റെ പുറത്ത് വെച്ച് തട്ടിയാൽ അതെന്താ ഉണ്ടാവുക, ഒരു കുഞ്ഞൊരു പേപ്പർ റൈഡർ എടുത്തു നമ്മളത് ടേബിളിൻ്റെ പുറത്ത് വെച്ച് തട്ടിയാൽ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇവിടെ എന്തുണ്ടാവുന്നത്, ആ ഒരു ബീമിൻ്റെ അതിൻ്റെ ഒരു ഫുൾ ലെങ്ത്തും അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഈ ഒരു ലീനിയർ എയർ ട്രാക്കിൽ ഫ്രിക്ഷൻ പോലുള്ള എക്സ്റ്റേണൽ ഫോഴ്സുകൾ ഒന്നും തന്നെ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു പേപ്പർ റൈഡറിൻ്റെ ആക്സലറേഷൻ എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. ഇത് തന്നെയല്ലേ ഈ ഫസ്റ്റ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. എന്താ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആബ്സെൻസിൽ ആക്സലറേഷൻ ഓഫ് ഒബ്ജക്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അതന്നെയല്ലേ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഇവിടെ നമ്മൾ കൊടുത്ത ആ ഒരു ഇനീഷ്യൽ ഇനീഷ്യൽ ഫോഴ്സ് കൺസിഡർ ചെയ്യേണ്ടതില്ല. നമ്മൾ ആദ്യം ചെറിയൊരു ഇനീഷ്യൽ ഫോഴ്സ് കൊടുത്തില്ല, അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ആക്സലറേഷൻ 0 എന്ന് വെച്ചാൽ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ദാറ്റ് ഈസ് വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐദർ അത് റെസ്റ്റിലായിരിക്കും ഓർ അത് ഒരു യൂണിഫോം മോഷനിൽ ആയിരിക്കും. എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കി നോക്കൂ. ഇനീഷ്യലി റൈഡർ ഈസ് അറ്റ് റെസ്റ്റ്. വെൻ എ സ്മോൾ ഇനീഷ്യൽ ഫോഴ്സ് ഈസ് എക്സേർട്ടഡ് it starts this uniform motion and can cover the entire 2 meter length. Here no external force is there and so acceleration is 0. When external force is 0, acceleration is 0, which means object remains at rest or execute uniform motion along straight line path like the rider here. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ ഫ്രിക്ഷൻ, വിസ്കസ് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നിവ ഒന്നും എഫക്റ്റ് ചെയ്യാത്ത ഒരു ഒബ്ജക്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഐസൊലേറ്റഡ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഐസൊലേറ്റഡ് ഒബ്ജക്ട്സ് ഐദർ റിമെയിൻസ് അറ്റ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഫസ്റ്റ് ലോനെ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഐസൊലേറ്റഡ് ഒബ്ജക്ട്സ് ലോ ഓഫ് ഇനേർഷ്യ ഒബേ ചെയ്യും എന്ന് പറയാം. എങ്ങനെയാണ് ഫസ്റ്റ് ലോനെ വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക, ഐസൊലേറ്റഡ് ഒബ്ജക്ട്സ് ലോ ഓഫ് ഇനേർഷ്യ ഒബേ ചെയ്യും എന്നും നമുക്കിതിനെ പറയാവുന്നതാണ്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇനേർഷ്യൽ ഫ്രെയിംസ് എന്താണെന്ന് പറയാം. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ഈ കോർഡിനേറ്റ് സിസ്റ്റം വിത്ത് റെസ്പെക്ട് ടു which motion of an object is studied known as frame of reference. എന്താ frame of reference? Coordinate system with respect to which motion of an object is studied is known as frame of reference. ഇപ്പോൾ ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും മോഷൻ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യാറ്. ആ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. നമ്മൾ മുന്നേ പറഞ്ഞ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു വയ്ക്കുക, ഏത് ആ ഒരു ട്രയാങ്കുലർ ബീം വെച്ചിട്ട് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് പിന്നെയും ചെയ്യാമെന്ന് വയ്ക്കുക. ഇപ്പോൾ ഒരു പേപ്പർ റൈഡർ
ലീനിയറായ ട്രാക്കിലൂടെ യൂണിഫോം മോഷനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ട്രയാങ്കുലർ ബീമിൽ റെസ്റ്റാണ് അതിരിക്കുന്നത്. എന്താണ് ഇവിടെ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ട്രയാങ്കുലർ ബീമിൽ റെസ്റ്റിലാണ് അതിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നും റൈഡറിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈഡർ എന്തായിരിക്കും? യൂണിഫോം മോഷനിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണാം. എന്താ പറഞ്ഞത്? നമ്മൾ അവിടെ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എടുത്തു. ആ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് റെസ്റ്റിലാണെന്ന് വിചാരിക്കുക. അപ്പം അതിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളുടെ റൈഡർ യൂണിഫോം മോഷനിലാണ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുക. ഇഫ് യു ഒബ്സർവ് ദ റൈഡർ വിത്ത് റെസ്പെക്ട് ടു എ ഫ്രെയിം ഓഫ് റെഫറൻസ് സ്റ്റേഷനറി ഓൺ ദ ബീം, റൈഡർ എക്സിക്യൂട്ട് യൂണിഫോം മോഷൻ. അടുത്തതെന്താ? അടുത്ത കേസ് നോക്കി നോക്കുക. നെക്സ്റ്റ്, ഫ്രെയിം ഓഫ് റെഫറൻസ് ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുക. മറ്റേ റൈഡർ വേറൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വേറൊരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുക. അപ്പം അങ്ങനെ ഒരു ഫ്രെയിമിൽ നിന്നും റൈഡറിനെ ഒബ്സർവ് ചെയ്യുമ്പോഴും റൈഡർ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ തോന്നുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് ഒരു 10 മീറ്റർ പെർ സെക്കൻഡിലാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ ആ ഒരു റൈഡർ ഒരു 5 മീറ്റർ പെർ സെക്കൻഡിലാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്ക് എന്താണ് തോന്നുക? ഈ ഒരു റൈഡർ യൂണിഫോം മോഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് തോന്നുക. ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് മൂവ്സ്, 2 മൂവ്സ് വന്നിട്ടുണ്ട്, ഒറ്റൊന്നേ ഉള്ളൂ കേട്ടോ അവിടെ. ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് മൂവ്സ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ബട്ട് ഡിഫറെൻറ്റ് വെലോസിറ്റി ഫ്രം റൈഡർ. റൈഡറിൻ്റെ അല്ലാത്ത വേറൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വെലോസിറ്റിയിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് മൂവ് ചെയ്യുമ്പോൾ റൈഡർ എക്സിക്യൂട്ട് യൂണിഫോം മോഷൻ. റൈഡർ യൂണിഫോം മോഷനിൽ പോകുന്നതായിട്ടാണ് തോന്നുക. അടുത്ത കേസ് നോക്കാം. നമ്മൾ മൂന്നാമതൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു ഫ്രെയിമിൽ റൈഡറിൻ്റെ അതേ വെലോസിറ്റിയിൽ യൂണിഫോം മോഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? വേറൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഫ്രെയിം റൈഡറിൻ്റെ അതേ വെലോസിറ്റിയിൽ യൂണിഫോം മോഷൻ എക്സിക്യൂട്ടീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൈഡർ റെസ്റ്റിലിരിക്കുന്ന പോലെയായിട്ടാണ് തോന്നുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ബസ്സിലെ ഒരു സീറ്റിലേക്ക് നോക്കുമ്പോൾ അത് റെസ്റ്റിലിരിക്കുന്നത് പോലെയല്ലേ തോന്നുക. എന്നാൽ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോഴോ ആ സീറ്റ് മൂവ് ചെയ്യുന്നതായിട്ടാണ് തോന്നുക. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് മൂവ്സ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഈക്വൽ ടു ദി റൈഡർ. റൈഡറും ഫ്രെയിം ഓഫ് റെഫറൻസും ഒരേ വെലോസിറ്റിയിൽ ഈക്വൽ ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. റൈഡർ റിമെയിൻസ് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ഫ്രെയിം. ഇപ്പോൾ ഫ്രെയിമിനെ സംബന്ധിച്ചിടത്തോളം റൈഡർ എന്താണ്? റെസ്റ്റിലാണ്. ഇനി ഈ 3 ഫ്രെയിമിൽ നിന്ന് നോക്കിയപ്പോഴും റൈഡറിൻ്റെ ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആയിട്ട് തന്നെയാണ് കാണുക. അപ്പം അത്തരം ഫ്രെയിം ഓഫ് റെഫറൻസുകളെയാണ് എന്ത് പറയുന്നത്? ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്നത്. എന്താണ്? ഈ ഒരു 3 ഫ്രെയിമിൽ നിന്ന് നോക്കിയപ്പോഴും റൈഡറിൻ്റെ ആക്സിലറേഷൻ എന്തായിട്ടാണ് കണ്ടത്? 0 ആയിട്ടാണ് കണ്ടത്. അപ്പം അത്തരം ഫ്രെയിം ഓഫ് റെഫറൻസുകളെയാണ് ഇനീഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്നത്. All these frames are initial frames with respect to which acceleration of object is 0 in the absence of external field. അപ്പോൾ നമുക്കിതിനെ ഈ ഒരു ഇനേർഷ്യൽ ഫ്രെയിംസിനെ വേറെ രീതിയിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ലോ ഓഫ് ഇനേർഷ്യ ഒബേ ചെയ്യുന്ന ഫ്രെയിംസിനെയാണ് ഇനേർഷ്യൽ ഫ്രെയിംസ് എന്നും പറയാം. എന്താണ്? ലോ ഓഫ് ഇനേർഷ്യ ഒബേ ചെയ്യുന്ന ഫ്രെയിംസാണ് ഇനേർഷ്യൽ ഫ്രെയിംസ് എന്നും പറയാം. അപ്പം ഇത്രയാണ് ആ ഒരു ന്യൂട്ടൺസ് ലോയും അത് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ലീനിയർ എയർ ട്രാക്ക് അത് ഫസ്റ്റ് ലോ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇനേർഷ്യൽ ഫ്രെയിംസിനെ കുറിച്ചും പറഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോൺ ഇനേർഷ്യൽ ഫ്രെയിംസിനെ കുറിച്ചിട്ടും ബാക്കിയുള്ള ലോസ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതും കാണാം.